Hayakum! Welcome to my channel Looking Through My Eyes. എക്സ്പോ 2020 സീസൺ ആണ്. ഇവിടെ എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത് ഹയാക്കും എന്ന് പറഞ്ഞു തന്നെയാണ്. സോ ഞാൻ വിചാരിച്ചു ഹയാക്കും എന്ന് പറഞ്ഞു തന്നെ എൻ്റെ ഈ ഒരു എക്സ്പോ 2020 സ്പെഷ്യൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് ഗോ എക്സ്പോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൊബിലിറ്റി ഡിസ്ട്രിക്റ്റിനകത്തുള്ള മൊബിലിറ്റി പെവിലിയനാണ്. ദ എക്സ്പോ 2020 3 ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ദ സസ്റ്റൈനബിലിറ്റി പെവിലിയൻ, സെക്കൻഡ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി പെവിലിയൻ ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ മൊബിലിറ്റി പെവിലിയൻ. ഈ 3 പെവിലിയനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാർക്കിംഗ് ഉണ്ട്. സോ നമ്മൾ ഏത് പെവിലിയനാണോ പോകുന്നതെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. സോ ഇന്ന് മൊബിലിറ്റി പെവിലിയനിലാണ് വന്നിരിക്കുന്നത്. മൊബിലിറ്റി പെവിലിയനിൽ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അലിഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അലിഫ് എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ്. അതുപോലെ തന്നെ അറബിക് ആൽഫബറ്റ്സിലെ ദ ഫസ്റ്റ് ലെറ്റർ ഇസ് അലിഫ്. സോ അത് തന്നെ നമുക്കും ഈ അലിഫിൽ തന്നെ തുടങ്ങിയാലോ. എക്സ്പോ 2020 ഈ ഒരു യാത്ര, ഈ 6 മാസം, അതായത് മാർച്ച് 2022 വരെയുള്ള ഈ ഒരു നീണ്ട യാത്രയുടെ ഒരു തുടക്കമായിട്ട് നമുക്ക് അലിഫ് മൊബിലിറ്റി പെവിലിയൻ ഒന്ന് കണ്ടു നോക്കാം. സോ ദ വോളണ്ടിയേഴ്സ് ഹിയർ ആർ വെരി ഹെൽപ്ഫുൾ, വെരി ഫ്രണ്ട്ലി. നമുക്ക് ഒരുപാട് അവർ ഹെൽപ്പ് ചെയ്ത് തരും. അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡൗട്ട്സ് ചോദിച്ചാൽ ക്ലിയർ ആക്കി തരും. ഇപ്പോൾ അവർ പറയുന്നത് വി ഹാവ് ടു വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ആദ്യത്തെ ഒരു 3D ഷോ നടക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഒരു ബാച്ച് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു 3D എക്സിബിഷൻ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറി, അതൊരു പ്ലാറ്റ്ഫോം പോലെയാണ്. സോ ആ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നാൽ ഇറ്റ് വിൽ ടേക്ക് us ടു ദ ടോപ്പ് ലെവൽ ആൻഡ് അവിടെ നിന്ന് വി വിൽ ഗോ ത്രൂ ദ 3D എക്സിബിഷൻ. നമ്മുടെ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് സെൻറ്ററിൽ ആദ്യമേ ഇങ്ങനെ ഒരു കുട്ടി ഇരിക്കുന്നത് കാണാം. ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് എ റിയൽ ഹ്യൂമൻ, ബട്ട് ശരിക്കും അതൊരു സ്റ്റാച്ചു ആണ്. ഇറ്റ് വാസ് വെരി മച്ച് ലൈഫ് ലൈക്ക്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ആ ഒരു ലൈറ്റ്, പിന്നെ കുറേ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. ആൻഡ് ദ പ്ലാറ്റ്ഫോം ഇസ് സ്ലോലി മൂവിങ് അപ്വേർഡ്സ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആ ഒരു 3D എക്സിബിഷൻ നമുക്ക് കാണാൻ. സോ അലിഫിൻ്റെ ടോപ്പ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ വി ആർ ട്രാൻസ്പോർട്ടഡ് ടു അനദർ വേൾഡ്, അതായത് ഒരു UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പാസ്റ്റിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദ കൾച്ചർ ഓഫ് ദ മിഡിൽ ഈസ്റ്റ് ഇൻ ദ പാസ്റ്റ്. ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ, ആ ഫിലോസഫറിൻ്റെ ഒരു ലൈഫ് ലൈക്ക് സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. ആൻഡ് ദ ഗൈഡ് വാസ് എക്സ്പ്ലെയിനിങ് ടു us why this philosopher is looking towards the window. ആക്ച്വലി ഈ ഫിലോസഫർ പുറത്ത് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹി വാസ് ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ ഓഫ് ദ സിറ്റി ഓഫ് ബാഗ്ദാദ്. അതായത് ഈ ഒരു ബാഗ്ദാദ് സിറ്റി അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് ഇനി വരുന്ന കാലങ്ങളിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തായിരിക്കും, അവിടുത്തെ കൾച്ചർ എന്താവും, അവിടുത്തെ ജീവിതം എന്തായിരിക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് ആ ഒരു ഫിലോസഫർ. സോ ഈ 3 പേരിൽ ഒരാളാണ് ദ ഫേമസ് ഇബിൻ ബത്തൂത്ത. ആക്ച്വലി ഈ ഒരു എൻവയറമെൻറ്റ്, ആ ഒരു ബാക്ക്ഡ്രോപ്പ്, മ്യൂസിക്, അവിടെ ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വി ആർ ഇൻ ദ മിഡിൽ ഓഫ് എൻ അറേബ്യൻ നൈറ്റ് സ്റ്റോറി. അറേബ്യൻ നൈറ്റ്സിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ പേൾ ഡൈവിംഗ് കൾച്ചർ ഓഫ് UAE ഇൻ ദ പാസ്റ്റ്. പേൾ ഡൈവിംഗ് എന്ന് പറയുന്നതായിരുന്നു UAEയിൽ താമസിച്ചിരുന്നവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കാണുന്ന ഒരു ആൾ, ഹി വാസ് ദ ലെജൻഡ്, പേൾ ഡൈവിംഗ് ലെജൻഡ്, ആൻഡ് ഹി ഈസ് സ്റ്റിൽ ലിവിങ് ഇൻ ദ എമിറേറ്റ് ഓഫ് ഷാർജ. അവതാർ ആൻഡ് ലോർഡ് ഓഫ് റിങ്സ് ഒക്കെ കണ്ടു കാണുമല്ലോ. ആ മൂവീസിന് ക്രിയേറ്റ് ചെയ്ത ആ സെയിം കമ്പനി, ദാറ്റ് ഇസ് എ ബെറ്റ കമ്പനി, അവരാണ് ഈ സ്ട്രക്ചേഴ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് വൈ ദേ ലുക്ക് സോ ലൈഫ് ലൈക്ക്. ആൻഡ് ദ നെക്സ്റ്റ് എറ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹിസ് ഹൈനസ് ഷെയ്ഖ് സായദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ UAE. എങ്ങനെയാണ് അതിനുശേഷമുള്ള ഡെവലപ്മെൻറ്റ്സ്, അതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്.
So we have seen the past, very past of the Middle East. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു പേൾ ഡൈവിംഗ് കൾച്ചർ, ദെൻ അബൌട്ട് ദ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദ UAE. അത് കഴിഞ്ഞിട്ട് നേരെ വി ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ കറൻറ്റ് വേൾഡ് ആൻഡ് ഓൾസോ ദ ഫ്യൂച്ചർ. ഇനി എന്താണ് ഫ്യൂച്ചർ നടക്കാൻ പോകുന്നത്? അടുത്ത കാണുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, സ്പേസ് റിസർച്ച്. ഇതിലെല്ലാം തന്നെ UAE ഹാസ് ഷോൺ സോ മെനി ഡെവലപ്മെൻറ്റ്സ്. ദേ ആർ വേ അഹെഡ് ഓഫ് ആർ ടൈം എന്ന് നമുക്ക് പറയാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സ്പേസ് റിസർച്ചിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ എക്സിബിഷൻ. In fact, Alif, this mobility pavilion is a must watch. അപ്പോൾ എക്സ്പോ 2020 വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ഈ ഒരു മൊബിലിറ്റി ഡിസ്ട്രിക്റ്റിൽ വരണം. ആൻഡ് ദിസ് അലിഫ് എന്ന് പറയുന്ന മൊബിലിറ്റി പെവിലിയൻ യു മസ്റ്റ് ഷോർലി വിസിറ്റ്. ഡോണ്ട് മിസ് ഇറ്റ്. The animation, the lighting, the sound effects, everything is really awesome. It's amazing. So എക്സ്പോ വരുന്നവർ ഉറപ്പായിട്ടും ഡോണ്ട് മിസ് ദിസ് അലിഫ് മൊബിലിറ്റി പെവിലിയൻ ഇൻ ദ മൊബിലിറ്റി ഡിസ്ട്രിക്റ്റ്. So finally they are stamping my passport and I'm getting the stamp from the mobility pavilion. Do subscribe to my channel for more exciting videos from Expo 2020. Expo 2020 ഒരുപാട് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരാം. Until then, this is Looking Through My Eyes by Shahu signing off. See you. Bye.